ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ടാണ് പാൻ ചൂടായിരിക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി. അതിനകത്തിലിട്ടുന്നുണ്ട് ഞാനിടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ കഷ്ണം ഉള്ളി, 1 കപ്പ് ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഗ്രൈൻഡറിലൊന്ന് ചതച്ചെടുത്തത്. നിങ്ങൾ ചെറിയ ഉള്ളി ചേർക്കണം കേട്ടോ, കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കണം. ഇനി ചെറിയ ഉള്ളി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സവാള ചേർത്തോ, എന്നാലും ചെറിയ ഉള്ളി മാക്സിമം യൂസ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതിലേക്ക് 4 പച്ചമുളക്, വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ദാണ്ട ഉള്ളിയൊക്കെ ഇത്രയും വഴണ്ടാൽ മതി. അതിലേക്ക് നമുക്കൊരിച്ചിരി മസാല ചേർക്കാനുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് ഇനി അതിലേക്ക് മസാല ചേർക്കാണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ് ഇച്ചിരി ചേർക്കണം കേട്ടോ, അന്നേരം കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ, ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങളുടെ ഉണക്കമുളകൊന്ന് ഗ്രൈൻഡറിലൊന്ന് ബ്രഷ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കണം. അതാണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര കിലോ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ വഴുതനങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്, ഇത്രയുള്ള 1 കിലോ വഴുതനങ്ങ ഞാൻ കുറച്ച് ഉപ്പുവെള്ളത്തിനകത്തിൽ ഇട്ട് വെച്ചത്, അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം, എന്നാലേ അതിൻ്റെ കറയൊക്കെ പോകത്തുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതാണ്, കുറച്ച് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ആ വെള്ളം, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോവും. ഉപ്പുവെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴേ നമ്മൾ കുറച്ച് പിഴിഞ്ഞാൽ കളയണം. നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റൊക്കെ നമ്മൾ അടുപ്പ് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ അടച്ചു വയ്ക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്, എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പം നമ്മുടെ ലോ ഫ്ലെയിമിലായിരുന്നു ഇത് ഞാൻ വെച്ചിരുന്നത്, ലോ ഫ്ലെയിമിലായിരുന്നു. അതുകൊണ്ട് ഫ്ലെയിം കൂട്ടരുത്, കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് മതി, എല്ലാം സെറ്റായി. ഇപ്പോൾ ഏതാണ്ട് 9-10 മിനിറ്റോളം ആകുന്നു ഇതെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണേ. താങ്ക് യു.